ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ പേര് അനൂന. എൻ്റെ വീട് വരുന്നത് അങ്കമാലിയാണ്. ഞാൻ എൻ്റെ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് OET എഴുതാൻ നിൽക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ആഗസ്റ്റ് മാസമാണ്. ആഗസ്റ്റ് 22-ാം തീയതിയാണ്. ഞാൻ OET അതിനു മുമ്പ് 2 തവണ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും റീഡിങ്ങിൽ എനിക്ക് സ്കോർ എപ്പോഴും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ റീഡിങ്ങിൽ പോകുന്നത് 1-2 മാർക്കിലായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതിനു. അതിനു മുമ്പ് എനിക്ക് ഉടമ്പടി എടുക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിനുശേഷം ആ 2ാമത്തെ തവണ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ആ 3ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ദൈവമാതാവിൻ്റെ അനുഗ്രഹം മൂലം എനിക്ക് ഫുൾ B സ്കോർ എന്ന് അമ്മ അനുഗ്രഹിച്ചു. അത് ഞാൻ അതിനോടുകൂടെ തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തത് നവംബർ 11-ാം തീയതി ആയിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വരുന്നത് നവംബർ 9 അപ്പോൾ ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ എനിക്ക് എൻ്റെ OET സ്കോർ തരണമെന്ന്. അതുപോലെ തന്നെ അമ്മ എനിക്ക് OET ഫുൾ B എന്ന് അമ്മേനെ അനുഗ്രഹിച്ചു. അതിനുശേഷം എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ CBT എക്സാം ആയിരുന്നു. CBT എനിക്ക് OET-നേക്കാളും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു എക്സാം ആയിരുന്നു. കാരണം അതിന് പഠിക്കാൻ പ്രത്യേകിച്ച് ടോപ്പിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിലും ഞാൻ പ്രാർത്ഥനയിൽ ഉറച്ചു വിശ്വസിച്ച് ഞാൻ എൻ്റെ CBT എക്സാം അറ്റൻഡ് ചെയ്തു. CBT എക്സാമിൻ്റെ ടൈമിൽ ഞാൻ ഇവിടുത്തെ വിശുദ്ധ എണ്ണ, തൈലം, ഉപ്പ് ഉപ്പെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. അപ്പോൾ ഞാൻ എണ്ണ എൻ്റെ നെറ്റിത്തും കഴുത്തിലും അതുപോലെ തന്നെ എക്സാം എഴുതുന്ന ടേബിളിലും തൈലം വരച്ചിരുന്നു. അപ്പോൾ ഈ തൈലം വരയ്ക്കുന്ന സമയത്ത് എനിക്ക് CBT ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ 100 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. 100 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അതിൽ എനിക്ക് 80 ക്വസ്റ്റ്യൻസ് ക്ലിയറായി മാത്രം CBT എക്സാം പാസ്സാവുള്ളൂ. ഒരു 35 ക്വസ്റ്റ്യൻ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒന്നിൻ്റെ ഉത്തരം എനിക്ക് അറിയത്തില്ല. നമുക്ക് ഓപ്ഷൻസാണ് ചൂസ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം CBT എക്സാം ഫെയിലായ 2ാമത് പിന്നെ എഴുതണം. ഞാൻ ഓൾറെഡി ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എണ്ണ വരച്ച ടേബിളിലോട്ട് നോക്കി. ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം വരച്ച ടേബിളിലോട്ട് നോക്കി. അപ്പം ഞാൻ കാണുന്നത് കൈ വിരിച്ച് നിൽക്കുന്ന മാതാവിൻ്റെ രൂപം പെട്ടെന്ന് തെളിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നൊരു സൂചനയാണ്. ഉറപ്പായിട്ട് ഞാൻ എക്സാം ജയിച്ചു. അപ്പം 35 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരുന്നു. എനിക്ക് 80 ക്വസ്റ്റ്യൻസ് ശരിയായി മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആ രൂപം തെളിഞ്ഞു വന്നപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ എന്നെ എന്തായാലും എക്സാം ജയിപ്പിച്ചു തരുമെന്ന്. ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ എക്സാം ഫുൾ കഴിഞ്ഞു. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് അപ്പം തന്നെ വരും. അപ്പോൾ ഞാൻ എക്സാം വന്നപ്പോൾ എൻ്റെ അടുത്ത ആൾ പറഞ്ഞു ഞാൻ എക്സാം പാസ്സായെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഞാൻ എക്സാം എഴുതിയത് മണിപ്പാൽ പോയിട്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ അവിടുന്ന് ട്രെയിൻ കയറി ഞാൻ നേരെ വന്ന് കൃപാസനത്തിലാണ്. ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ വീട്ടിലെല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം മൂലം തന്നെയാണ് ഞാൻ പാസ്സായതെന്ന്. അതിനുശേഷം എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂസ് ആയിരുന്നു. ഈ OET പാസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അവർക്ക് ഇൻ്റർവ്യൂസ് തീരെയില്ല. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാളായിരുന്നു ഞാനും. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ എനിക്കറിയാറില്ല. കാരണം എൻ്റെ OET കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 ഇയറിന് മേലെ, ആകെ 2 വർഷം മാത്രമേ ഇത് വാലിഡിറ്റി ഉള്ളൂ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ആ സമയത്തൊക്കെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 24 മണിക്കൂറും ഞാൻ ഈ സാക്ഷ്യം കേട്ട് ഞാൻ ഉറങ്ങിപ്പോവും. അച്ഛൻ്റെ ഉടമ്പടി ദാനം ചൊവ്വാഴ്ചകളിൽ ഞാൻ കാണും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വന്ന് ധ്യാനം കൂടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നും 5:30 എണീറ്റ് പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാം ചെയ്ത് ഞാൻ ബൈബിളും വായിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത് ഇനി എനിക്ക് പിന്നെ അറ്റൻഡ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ ഞാൻ അമ്മേനെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ചു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കാരണം എനിക്ക് വഴി അടയുന്നോണം കൂടി. പക്ഷെ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഇത്രയും വരെ എത്തിച്ച അമ്മ എന്തായാലും എന്നെ കൈവിടത്തില്ല ഒരിക്കലും. ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. ആ അവസരത്തിലാണ് അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് വിശുദ്ധ അമ്മയുടെ സൈഡിൽ നിന്ന് ഒരു അമ്മയ്ക്ക് അടയാളങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ മാർച്ചിനുള്ളിൽ നിനക്ക് ഉറപ്പായിട്ടും ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു. അതിനുശേഷം ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു. ഞാനും അമ്മയും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് തീർന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാത്തൊരവസ്ഥയിലാണ്.
അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഏജൻസിയും കിട്ടുന്നില്ല. ഒരു ഏജൻസിയിലും NHS UK NHS വർക്ക് ചെയ്യാനായിരുന്നു എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാം ക്ലോസ് ആവാണ്, ഫണ്ട് അവർ റിലീസ് ചെയ്യുന്നില്ല, വാലിഡിറ്റി തീർന്നു. അങ്ങനെ ഒരു അവസരത്തിൽ പെട്ടെന്ന് എനിക്കൊരു ഏജൻസിയിൽ നിന്ന് എന്നെ മെസ്സേജ് അയച്ചിട്ട് പറയണം, ഒരു വേക്കൻസി ഉണ്ട്, നിനക്ക് എപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ റെഡി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നാളെ 4:30 നിനക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 4:30 ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ റെഡിയായിട്ട് പിറ്റേ ദിവസം റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് സാധാരണ ഒരു NHS ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ 3 പേര് മിനിമം 3 പേര് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും, 2 പേര് നമ്മൾ അസസ് ചെയ്യും, ഒരാൾ സ്കോർ ചെയ്യും. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂവിന് ജസ്റ്റ് ഒരു മാനേജർ, ആ ഹോസ്പിറ്റലിലെ മാനേജർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൾ എൻ്റെ അടുത്ത് നോർമലായിട്ട് സംസാരിച്ചു. പക്ഷെ ആ സംസാരിച്ച ഒരു ഇംഗ്ലീഷ് സ്ലാങ് എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലാവാത്ത, എന്താണ് അവർ ചോദിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ കോൺഫിഡൻസ് വളരെയധികം ലോ ആയിപ്പോയി. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്താണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ എന്നാലും വിശുദ്ധ തൈലം ഉപ്പ് ഉപയോഗിച്ച് എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഏജൻസിയിലെ ആൾ വിളിച്ചു, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ? ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു, എന്താണ് അവർ ചോദിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് നിനക്ക് തോന്നുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ, കാരണം ദൈവത്തിനേ ഇത് പറ്റുള്ളൂ, കാരണം ഇത് എൻ്റെ കഴിവല്ല, ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്കും ഞാൻ ഒന്നും പറയാത്തൊരു ഇൻ്റർവ്യൂ, അവർ ചോദിക്കുന്നത് പോലും എനിക്ക് മനസ്സിലാവാത്തൊരു ഇൻ്റർവ്യൂ. അപ്പോൾ അതും NHS ഇത്ര വേക്കൻസീസ് കുറവായിട്ടിരിക്കുക. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്താണോ നീ വിചാരിച്ചത് അത് തന്നെ നടന്നു പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഈശ്വര പോയി, എൻ്റെ മാതാവേ പോയി. അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ദൈവമായിട്ട് തന്നു, ഇത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണ്, അല്ലാതെ നിനക്കിത് ഒരിക്കലും കിട്ടത്തില്ല, അവർ നിനക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നിട്ടുണ്ട്, വേഗം സൈൻ ഇട്ട് തരാൻ പറഞ്ഞു. അതിനുശേഷം എന്ന് പറഞ്ഞൊരു സ്പീഡപ്പായിരുന്നു. എനിക്ക് COS വരുന്നു, വിസയ്ക്ക് വെക്കാനുള്ള ആപ്ലിക്കേഷൻ വരുന്നു. അതിനുശേഷം അങ്ങനെ പെട്ടെന്ന് എല്ലാം ശരിയായി. ഞാൻ മാർച്ച് 19, അതായത് ഈ വരുന്ന ബുധനാഴ്ച 8:10 ഫ്ലൈറ്റിന്, എയർ ഇന്ത്യ ഫ്ലൈറ്റിന് ഞാൻ UK പോവാണ്. ഇത്രയും ചെയ്ത അമ്മയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. കാരണം എൻ്റെ കുറേ കൂട്ടുകാരുണ്ട്, അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇത്രയും OET എക്സാം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പൈസ ഉള്ളൊരു എക്സാമാണ്. ഒരുപാട് കഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ പോയിട്ടും എക്സാംസ് ഉണ്ട്, പക്ഷെ അതിനൊക്കെ ഇത്രയും സഹായിച്ച അമ്മേനെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ഈ മാർച്ച് 19 പോവാണ്. അതുമാത്രമല്ല ഞാൻ ഒരുപാട് ബൈബിൾ വായിക്കും. ഞാൻ 3 തവണ ബൈബിൾ വായിച്ചു തീർത്തു. എൻ്റെ 4ാമത്തെ തവണ ഞാൻ പഴയ നിയമത്തിലാണിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പത്രം പള്ളികളിൽ മാത്രമല്ല ബസ് സ്റ്റാൻഡുകളിലൊക്കെ ആയിട്ട് പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തിരുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അനാഥ മന്ദിരങ്ങൾ ഞാൻ സന്ദർശിക്കുമായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് എന്നാലാവുന്ന സാധനങ്ങൾ, സ്നാക്സ് എന്തെങ്കിലും വാങ്ങി അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ വഴിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പൊതിച്ചോറ് കെട്ടി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ സർവീസായിരുന്നു 6 മാസത്തോളം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവർക്ക് ഞാൻ കെയർ കൊടുക്കുമായിരുന്നു. ഞാൻ ഓരോ രോഗികളെയും അതുപോലെ അവരോട് സ്നേഹത്തോടെ സംസാരിച്ചാണ് ഞാൻ അവരുടെ അടുത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എല്ലാത്തിലും ഞാനതെൻ്റെ ഒരു കാരുണ്യ പ്രവൃത്തി പോലെ ഞാൻ വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യും. കാരണം എനിക്കൊരു വല്ലാത്ത അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. എവിടെയും ഒരു വേക്കൻസി ഇല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് മാതാവ് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായ ഒരു കാര്യം, ഇത് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാതാവ് എനിക്കിത് ലാസ്റ്റ് എന്തായാലും തരുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു. എനിക്കിപ്പോഴും പറയാനുള്ളത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ സാക്ഷി അവസാനിപ്പിക്കുകയാണ്. വിലാപങ്ങൾ 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അനുനയ് എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തത് മുതൽ ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെയാണ് ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. മകൾ OET എക്സാം എഴുതുന്ന സമയത്താണ് ഉടമ്പടി എടുക്കുന്നത്. ഏറെ ക്ലേശകരമായ പരീക്ഷ മകൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ബിഗ് സ്കോർ നൽകി മകളെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. CBT എക്സാമിലേക്ക് പോകുമ്പോൾ മകൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ചോദ്യങ്ങളെല്ലാം അവ്യക്തമായിരുന്നു. മകളെ 35ഓളം ചോദ്യങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു രക്ഷയുമില്ല, ഏതാണ്ട് പരീക്ഷ പരാജയപ്പെടുന്നുവെന്ന് തിരിച്ചറിവിലേക്ക് എത്തുക. ഉടമ്പടി തൈലം
പൂശി മകള് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുക. എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു ഡെസ്കിൻ്റെ ഇവിടെ നോക്കുമ്പോൾ അമ്മ മാതാവിനെ മകൾ കാണുന്നു. അത് മകൾക്ക് കൊടുത്തത് ഒരു ആത്മധൈര്യമാണ്. അമ്മ കൂടെയുണ്ട്. ഈ പരീക്ഷയ്ക്ക് എനിക്ക് വേണ്ടുന്ന 100ൽ 80 മാർക്ക് സ്കോർ ചെയ്യുവാൻ അമ്മയുടെ സഹായം കിട്ടുമെന്ന ബോധ്യത്തോടു കൂടിയാണ് പിന്നീടുള്ള ആ നിമിഷങ്ങളിൽ മകൾ ഓരോ ചോദ്യവും അപ്രോച്ച് ചെയ്യുന്നത്. മകൾ പറയുന്നുണ്ട്, രണ്ടാമതൊന്നും എഴുതേണ്ടി വരാതെ എനിക്ക് തികച്ചും അപരിചിതമായിരുന്ന ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെഴുതി ശരിയായ സ്കോർ നേടുവാൻ എൻ്റെ അമ്മ ദൈവകൃപയാൽ എന്നെ സഹായിച്ചുവെന്ന്. വീണ്ടും മകളുടെ മുന്നോട്ടുള്ള പ്രോസസ്സിൻ്റെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. നല്ലൊരു ഇടം മകൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ഏജൻസി കൊടുക്കുമ്പോഴും മകൾ എവിടെ ഒരു NHSൽ എങ്ങനെ ഒരു ഇൻ്റർവ്യൂ പാസ്സാകുമെന്ന് കരുതി വിഷമിച്ച ദിവസങ്ങൾ. അപ്പോൾ സാധാരണ 3 പേർ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂവിൽ ഒരു മാനേജർ മാത്രമായി മകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. പറയുന്ന പ്രൊനൗൺസിയേഷനും സ്ലാങ്ങും ഒന്നും മനസ്സിലാവാതെ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാതെ മകൾ അതിന് പങ്കെടുത്തതിനെ സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ കഴിവ് 0യിലേക്ക് എത്തിയതിനെയാണ് സൂചിപ്പിക്കുന്നത്. തനിക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തെയാണ് മകൾ അഭിമുഖീകരിക്കുന്നുവെന്ന് പറയുന്നത്. മകൾ ഏതാണ്ട് അത്ര നാളും സ്വപ്നം കണ്ടതൊക്കെയും അത് കൈവിട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിനെയാണ് മകൾ അവിടെ കാണുന്നത്. എങ്കിലും ആകെയുള്ള ഉറപ്പും വിശ്വാസവും ഉടമ്പടി ജീവിതത്തിൽ അമ്മയോട് പുലർത്തിയ വിശ്വസ്തത അത് തക്ക സമയത്ത് അനുഗ്രഹമായി തീരുമെന്ന പ്രത്യാശയാണ്. മകൾ പറയുന്നുണ്ട്, 3 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്തു, 4മത്തത് വായിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രീ സർവീസ് ചെയ്തിരുന്നിടത്ത് മകൾ ഏറ്റവും അനുകമ്പയോടും കരുണയോടും കൂടി രോഗികളെ ശുശ്രൂഷിക്കുകയും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുവാൻ നിരന്തരം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ എന്തൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനാകുമോ അതിലൊരിക്കലും വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. അത് നാം ആരും കാണാത്ത സമയങ്ങളിൽ ദൈവനാമത്തെ പ്രതി നന്മ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഏജൻസിക്കാർ ചോദിക്കുമ്പോഴും മകൾ പറയുന്നത്, ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ, ഇത് ലഭിക്കുമെന്ന്. മകൾക്കത് അനുഗ്രഹമായി തീർന്നതിനെ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുക. ആ ഇൻ്റർവ്യൂ മകൾ വിജയിക്കുന്നു. ഉടനെ തന്നെ മറ്റ് പേപ്പേഴ്സുകളൊക്കെ ലഭിക്കുന്നു. അങ്ങനെ ഈ വരുന്ന 19-ന് വിദേശത്ത് പോകുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് മകൾക്കെല്ലാം അനുകൂലമായി അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ചു കൊടുക്കുന്നു. ഇതിനെയാണ് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ കഴിവിലല്ല, ദൈവകൃപയിൽ ആശ്രയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നാം മറന്നുപോയതുപോലും നമ്മളെ ഓർമ്മിപ്പിച്ചു തരുവാൻ നമുക്ക് ഓർമ്മ നൽകുന്നൊരു ദൈവം കൂടെയുണ്ടെന്ന് ഈ മകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നാം ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്നും അതിന് തക്ക സമയത്ത് പ്രതിഫലം നൽകി തമ്പുരാൻ നമ്മളെ സഹായിക്കുമെന്ന് മകളുടെ സാക്ഷ്യത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, വിശ്വാസബോധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.